എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നൊരു പുതിയ വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ, പൂനെ. പല കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കും അത് അങ്ങനെ ചെയ്യണം എന്നുള്ളത്. നമുക്ക് ചെയ്യാൻ സാധിക്കാറില്ല. എന്തുകൊണ്ടാണ്? ചില കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് തീരുമാനമെടുത്ത് ചെയ്യുന്നില്ലേ? അപ്പോൾ ഒരു വിഷമമില്ലാതെ, ഒരു പ്രശ്നമില്ലാതെ ആ കാര്യം നടന്ന് പോകില്ലേ? വിഷമമൊന്നുമില്ല. എങ്കിൽ പലപ്പോഴും വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് സാധിക്കാറില്ല. അതെന്താണ്? നമ്മളത് ചെയ്യാൻ പോകുമ്പോൾ നമ്മളിലുള്ളൊരു ആത്മവിശ്വാസമാണ് നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കുന്നത്, അതുപോലെ തന്നെ ചെയ്യിക്കാതിരിക്കുന്നതും. നമ്മുടെ മനസ്സ് നമ്മളോട് പറയുകയാണ് നമുക്കത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് സജ്ജമായി കഴിഞ്ഞാൽ, പരിപൂർണമായിട്ട് യെസ്, ഇതെനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് തീരുമാനിച്ചാൽ, അതുപോലെ അതിൻ്റെ പിന്നിൽ കുറച്ച് പ്രയത്നമുണ്ട്. പ്രയത്നിക്കാൻ ഞാൻ തയ്യാറായാൽ, ഞാൻ റെഡി ആയാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രോബ്ലമേ ആയിരിക്കില്ല. സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്കിൽ പലപ്പോഴും ചെയ്യാൻ സാധിക്കാത്തത് ആ ചെയ്യുന്ന വ്യക്തിയുടെ കഴിവ് കുറവുണ്ടല്ല, ആ വ്യക്തിയുടെ ആത്മവിശ്വാസക്കുറവുകൊണ്ടാണ്. നമ്മൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞെങ്കിലും സത്യത്തിൽ അത് ചെയ്യണം എന്ന കാര്യത്തിൽ നമ്മൾ സ്വയം തീരുമാനം എടുത്തിട്ടില്ല എന്നതാണ് സത്യം. നിങ്ങൾ മനസ്സോടെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളെ വിജയിപ്പിക്കാൻ ശ്രമിക്കും, ഒരു ഗൂഢാലോചന നടത്തുമെന്നാണ് പല മഹാന്മാരും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മളെ മനസ്സിലേക്ക് അത് കയറുന്നില്ല? കാരണം നമ്മളെ മനസ്സിലൊരു തീരുമാനം ആവുന്നില്ല കൃത്യമായിട്ട്. നമ്മുടെ ആത്മവിശ്വാസക്കുറവ് തന്നെയാണ് അതിനൊക്കെ കാരണം. അത് സാധിക്കുമെന്ന് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ അത് സുഖമായിട്ട് നമുക്ക് നടത്താൻ പറ്റും. വിജയം ഉറപ്പാണ്. പക്ഷെ എന്തുകൊണ്ടാണ്? ഒരു കാര്യത്തിന് നമുക്ക് പ്രാക്ടീസ് വേണം. നമ്മൾ അതിനുവേണ്ടി ശ്രമം നടത്തണം. ശ്രമം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് മാത്രം പോരാ, മനസ്സ് ആദ്യം പൂർണ്ണമായിട്ട് അതിൽ അർപ്പിക്കണം. ഞാൻ ഈ കാര്യം ചെയ്തിരിക്കും എന്ന് ഉറപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിൽ കുറച്ച് തീരുമാനം എടുക്കണം. ശ്രമം വേണം. നമ്മുടെ ഭാഗത്തുനിന്നുള്ള പരിശ്രമം തീർച്ചയായും കൂടിയേ പറ്റും. നാം സ്വയം നമ്മെ അറിയണം. മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ചിന്തകളിലൂടെ അല്ല നാം സഞ്ചരിക്കേണ്ടത്. നമ്മുടെ മനസ്സിലേക്ക് തോന്നണം, എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആ കാര്യം ചെയ്യുമ്പോൾ എന്താണ് എന്നെ തടസ്സപ്പെടുത്തുന്നത്, എനിക്ക് വിലങ്ങുതടിയായിട്ട് എന്താണ് അവിടെയുള്ളത്. അത് നാം സ്വയം തിരിച്ചറിയുക. ആ വിലങ്ങുതടിയെ തട്ടിമാറ്റി ആ ഒരു പ്രശ്നം, ആ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് സ്വയം ചിന്തിച്ച് മനസ്സിലേക്ക് ആ കാര്യം കയറി വരണം. ഞാനിത് ചെയ്യും. ഞാനിതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം സക്സസ് ആവുന്നു എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റണം. സ്വപ്നമല്ല, നമ്മളെ മനസ്സിൽ കൃത്യമായിട്ട് നമ്മളെ കണ്ണിൽ കൂടി അത് കാണാൻ പറ്റും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഞാൻ ആ സ്റ്റേജിൽ പോകുന്നു, ആ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. സപ്പോസ് അതൊരു പാട്ടിൻ്റെ പ്രോഗ്രാം ആവട്ടെ, അല്ലെങ്കിൽ നാടകമാവട്ടെ, അല്ലെങ്കിൽ ഡാൻസ് ആവട്ടെ. എന്തുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ സാധിക്കാത്തത്? ആദ്യം സ്റ്റേജ് ഫ്രൈറ്റ് ഒരു പ്രശ്നമാവും, സഭാകമ്പം അല്ലേ, ഒരുപാട്, അത് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അതിനെ, ആ സഭാകമ്പത്തെ മറികടക്കാൻ, അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് അത് വിജയപ്രദമാക്കാൻ നമുക്കൊരേ കാര്യം ചെയ്യാൻ പറ്റും. എന്താണ്? ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, എന്ത് പരിപാടിയാണെങ്കിലും അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനം, പൂർണ്ണമായ പരിശ്രമം നടത്തി അത് വളരെ വിജയപ്രദമാകും എന്ന രീതിയിൽ നമ്മളൊരു ആ ഒരു സ്റ്റേജിലെത്തിക്കണം. പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും നാടകമാണെങ്കിലും ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്വയം ഒരു കോൺഫിഡൻസ് വരും. യെസ്,
ഇത് കറക്റ്റാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. യേശുദാസിനോടോ ജയചന്ദ്രനോടോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നന്നായി പാടുന്ന ആരോടെങ്കിലും നമ്മളൊരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. ആദ്യം ഒരു പാട്ടാണെങ്കിൽ അതിൻ്റെ വരികൾ, അതിൻ്റെ സംഗീതം, എവിടെ വെച്ച് വരികൾ തുടങ്ങുന്നു, എവിടെ നിർത്തുന്നു, എവിടെ ഗ്യാപ്പ് കൊടുക്കണം, അല്ലേ, എവിടെ നിന്ന് തുടങ്ങണം, അവിടെയുള്ള നമ്മൾ പാടുമ്പം ആരോഹണം, അവരോഹണം, അല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ട എക്സ്പ്രഷൻ, ആ ഒരു ഫീലിങ്, അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതെങ്ങനെ മനസ്സിലാക്കും? ഒരു പുതിയ പാട്ടാണ്, പുതിയ പാട്ടിന് എപ്പോഴും ഈ പ്രശ്നം വരും അല്ലേ? പക്ഷെ അത് നമ്മൾ കേട്ട് 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 അത് പഴയ പാട്ടായി മാറ്റണം. പുതിയ പാട്ട് എന്ന് കരുതി പേടിച്ച് നിൽക്കാതെ കേട്ട് 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 അതിൻ്റെ ഓരോ ബിറ്റ്, ഒരു ചെറിയ മ്യൂസിക്കിൻ്റെ ഓരോ BGM എല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ പ്രാക്ടീസ് ചെയ്യുക, കേൾക്കുക 10 പ്രാവശ്യം, പിന്നെ ഒന്ന് ചെയ്ത് നോക്കുക, പിന്നെ ചെയ്തത് റെക്കോർഡ് ചെയ്യുക. ഒരു കാര്യം ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും പരിശോധിക്കുക എവിടെയാണ് പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ മിസ്റ്റേക്ക് എവിടെയാണ്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത്, ആ ഒരു കറക്റ്റ് പോയിൻ്റ് നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. പിന്നെ നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെന്നു. പിന്നെ ആത്മവിശ്വാസത്തിൻ്റെ കാര്യമാണ്. ഇപ്പം നമ്മൾ കൃത്യമായിട്ട് ഈ സംഭവം മനസ്സിലാക്കി കഴിഞ്ഞു, ഇതാണ് ഇങ്ങനെ ചെയ്യേണ്ട രീതി, അതിലാരും കുറ്റം പറയുമോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി ഇതാണത്. ഒഫീഷ്യൽ അത് കേട്ടിട്ട് നമ്മൾ നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെയാണ്. വേണമെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിവുള്ള ആൾക്കാരെ 1-2 തവണ കേൾപ്പിച്ചിട്ട് അവരുടെ അഭിപ്രായം കൂടി നമുക്ക് കണക്കിലെടുക്കാം. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആണ് എന്ന് മനസ്സ് തോന്നുമ്പോൾ അവിടെയാണ് നമ്മുടെ ആത്മവിശ്വാസം നമ്മോടൊപ്പം ഉണ്ടാകാൻ തുടങ്ങുന്നത്. ആ ആത്മവിശ്വാസം കൂടി നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആ കൃത്യസമയത്താണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും തുടങ്ങേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ പാട്ട് പഠിച്ചു കഴിഞ്ഞ് കൃത്യമായിട്ട് ഇതിൻ്റെ BGM, ഓരോ ബിറ്റിലും എവിടെയാണ് ഗ്യാപ്പ് കൊടുക്കേണ്ടത്, എവിടെ വെച്ച് തുടങ്ങണം, എവിടെ നിർത്തണം, ഏത് ട്യൂണിലാണ് പാടേണ്ടത്, എവിടെ ഫീലിംഗ് കൊടുക്കണം, അല്ലേ, ആരോഹണം, അവരോഹണം, അതുപോലെ അതിൻ്റെ പിച്ച് എന്ന് പറയില്ല നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ എവിടെ ശ്രുതി, എത്ര മുകളിൽ പോകണം, എത്ര താഴെ വരണം, അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഒരുപക്ഷെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് മനസ്സിലാവും നമ്മൾ പാടുന്നത് എവിടെയാണോ, അല്ലെങ്കിൽ എങ്ങനെയുള്ള പാട്ട് നമുക്ക് പാടാൻ പറ്റണം. അപ്പം നാം സ്വയം അറിയുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും ഈ പാട്ട് എനിക്ക് ഇത്തിരി ടഫായി തോന്നുന്നു. വേറൊരു പാട്ടുണ്ട്, അതാണെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു തോന്നൽ മനസ്സിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പാട്ട് സെലക്ട് ചെയ്യുന്നത്. പാട്ട് സെലക്ട് ചെയ്യുന്നതോടെ നമ്മൾ 50% വിജയിച്ചു. എനിക്ക് പാടാൻ പറ്റുന്ന പാട്ട്, ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ടാവാം, പക്ഷേ എനിക്ക് എൻ്റെ പാട്ട് ഏതായിരിക്കണം, എൻ്റെ പാട്ട് എന്നുള്ളത് എനിക്ക് മനോഹരമായിട്ട് പാടി വിജയിപ്പിക്കാൻ പറ്റുന്ന പാട്ടാണ് എൻ്റെ പാട്ട്. പലരും പല പാട്ട് പാടും, ക്ലാസിക്കലാവും, അല്ലേ, സെമി ക്ലാസിക്കലാവും. ആ പാട്ടിൽ എനിക്ക് സൂട്ടാവുമോ, എനിക്ക് അത് ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പാട്ട് അല്ലെങ്കിൽ ഡാൻസ് നമ്മൾ തിരഞ്ഞെടുക്കുക. അവിടെയാണ് 50% നമ്മൾ വിജയിച്ചിരിക്കുന്നത്, അല്ലേ. അത് വിജയിച്ച ശേഷം പിന്നീടാണ് ആ പാട്ട് ഇനിയും എത്ര സുന്ദരമാക്കാം, എവിടെയൊക്കെ നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്നത് അത് ശ്രദ്ധിക്കാൻ. പിന്നെ എവിടെയെങ്കിലും വെള്ളി വരുന്നുണ്ടോ, നമ്മളധികം ടോപ്പിലെടുക്കേണ്ട പാട്ടാണെങ്കിൽ എടുക്കുമ്പോൾ പ്രശ്നം വരുന്നുണ്ടോ, അത് കഴിഞ്ഞ് ബേസിലെടുക്കുമ്പോൾ പ്രശ്നം വരുന്നുണ്ടോ. അപ്പോൾ എനിക്ക് എങ്ങനെയുള്ള പാട്ടുകളാണ് എന്ന് വെച്ചാൽ ബേസിൽ പാടുന്ന പാട്ടാണോ അല്ല ഹൈ പിച്ചിൽ പാടുന്ന പാട്ടാണോ, ഏതാണ് എനിക്ക് യോജിക്കുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ നാം എന്താണെന്ന് നാം അറിയണം, മറ്റുള്ളവരല്ല. അപ്പം നമുക്കൊരു ആത്മവിശ്വാസം, ഈ പാട്ട് എനിക്ക് പാടാൻ പറ്റും. പിന്നെ വെറുതെ പാടി നോക്കുക, ഏകദേശം ആകുമ്പോൾ കൃത്യമാകുമോ നോക്കുക, ട്രൈ ചെയ്യുക. വിജയിക്കുമെങ്കിൽ നമ്മളവിടെ നിർത്തുക. അങ്ങനെയാണ് നമ്മൾ കയറി വരേണ്ടത്. ആദ്യമേ നമ്മൾ അയ്യോ ഈ പാട്ട് പറ്റില്ല, വേണ്ട, ആ പാട്ട് വേണ്ട, നിങ്ങൾക്ക് പറ്റുന്ന പാട്ട് എടുക്കും. ആരാ പറഞ്ഞത് ഈ പാട്ട് തന്നെ പാടണം എന്നുള്ളത്? ഒരിക്കലുമില്ല. അങ്ങനെ നമ്മളെ കോൺഫിഡൻസ് ഉള്ള
അങ്ങനത്തെ ഒരു പാട്ട് തിരഞ്ഞെടുത്ത് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് വിജയിപ്പിക്കാൻ പറ്റും. അത് എന്താണ് പറഞ്ഞാൽ സിമ്പിൾ സ്റ്റെപ്പുള്ള ഡാൻസാണ് വിജയിപ്പിക്കാൻ പറ്റും. പിന്നെ അതിലൂടെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് അതൊരു തുടക്കമാണ് കേട്ടോ, സ്റ്റാർട്ടറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഒരു സ്റ്റാർട്ടപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ച് പാട്ടുകളായാലും ഡാൻസുകളായാലും എടുത്ത് മുന്നോട്ട് പോകാം. ഇത് ചെയ്ത സ്ഥിതി എനിക്കിത് ചെയ്യാൻ സാധിക്കും, ചെയ്തു നോക്കാമല്ലേ. അത് വഴങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം. ശരീരം, കാലുകൾ, കൈകൾ കൊണ്ടുള്ള ഡാൻസ്, ശരീരം കൊണ്ടുള്ള ഡാൻസ്, അതുപോലെ നമ്മളെ തൊണ്ട, നമ്മുടെ ശബ്ദം, ആലാപനം, അതിൻ്റെ ഒരു സൗകുമാര്യം, അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എനിക്ക് അല്ലേ മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ സ്വയം ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ സ്വയം ഒരു വിലയിരുത്തൽ നടത്തിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പം നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തുകയാണെങ്കിൽ സാധിക്കും. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ആളുകളായിട്ട് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുകയോ അവരുടെ സേവനം നമുക്ക് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യാം. നമ്മുടെ നല്ല സുഹൃത്തുക്കളുണ്ടാവും, അവർക്ക് മ്യൂസിക്കിനെ പറ്റി നന്നായി അറിയുന്നവർ, നൃത്തത്തെ പറ്റി നന്നായി അറിയുന്നവർ, അവരോടൊക്കെ ചോദിച്ച് നമുക്ക് അഭിപ്രായം ചോദിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പം നമ്മളെ ഈ പരാജയം എന്ന് സംഭവം ഉണ്ടാവുന്നേ ഇല്ല. പിന്നെ നമ്മൾ പാടാൻ തീരുമാനിച്ചു, പഠിച്ചു കഴിഞ്ഞാൽ അത് യേശുദാസ് പാടിയ പാട്ടാണെങ്കിൽ ഞാൻ യേശുദാസിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ യേശുദാസാണ് പാടുന്നത്, ഞാൻ യേശുദാസ് തന്നെ, നമ്മൾ രണ്ടും തുല്യരാന്നുള്ള ആ രീതിയിൽ, ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ നമ്മൾ എത്തിയിട്ട് പാടണം. യേശുദാസോട് പാടിയ പാട്ടാണ്, ഇതിനെ കൊണ്ടാവുമോ എന്ന് ചിന്തിച്ചാൽ ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ മുന്നേറി നോക്കൂ. യേശുദാസ് ഒന്നേ ഉള്ളൂ, യേശുദാസ് അവൻ ആർക്കും ആവില്ല. എത്ര നല്ല പാടിയാലും യേശുദാസിന് തുല്യമെന്ന് പറയാൻ പറ്റില്ല, അതുപോലെ എന്ന് നമുക്ക് പറയാൻ പറ്റും. യേശുദാസ് അവിടെ ഉണ്ട്. അപ്പം നമ്മളും യേശുദാസ് ആവാൻ ശ്രമിക്കരുത്. പിന്നെ ഏറ്റവും കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും പെർഫെക്റ്റ് ആവണം എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. നിയർ പെർഫെക്ഷൻ, അങ്ങനെ ഒരു വേർഡുണ്ട്. പെർഫെക്റ്റിൻ്റെ അടുത്തെത്താൻ, പെർഫെക്ഷൻ്റെ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയില്ലേ, പെർഫെക്ഷൻ്റെ ഓൾമോസ്റ്റ് നിയർ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, ഏകദേശം അടുത്തെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അങ്ങനെ ശ്രമിക്കുക, അതിനെ വിജയിപ്പിക്കുക. എല്ലാ കാര്യത്തിലും നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ കൂടെ എന്ന് മനസ്സിലാക്കുക. പിന്നെ ഓരോ വാക്കുകൾ ഉച്ചരിക്കുമ്പം, എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ നമ്മുടെ സംവിധായകൻ ജയചന്ദ്രൻ്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഒരു പാട്ട് പാടുമ്പോൾ അതിലുപയോഗിക്കുന്ന ആ പദങ്ങൾ നമ്മൾ പ്രൊണൗൺസ് ഉച്ചരിക്കുമ്പം അല്ലെ ആ പാട്ട് പാടുമ്പോൾ നമ്മൾ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്, ആ ഒരു ഫീലിംഗ് കൊടുത്തിട്ടാണ് അത് പറയാൻ. ഉദാഹരണം അദ്ദേഹം ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് കേട്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യം. അപ്പം അതിൽ പറയാണ്, ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ എന്നൊരു പാട്ട്. അപ്പോൾ ആ ട്യൂണൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പാടാൻ പറ്റും. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, മെയ്യിൽ പാതി പടുത്തുതരൂ മനസ്സിൽ പാതി പകുത്തുതരൂ മാൻകിടാവേ. പാട്ടായി, പക്ഷെ അതിൽ ഫീല് വന്നില്ല. അപ്പോൾ പ്രേമം അല്ലെങ്കിൽ പ്രണയം എന്നൊക്കെ പറയുമ്പം അദ്ദേഹം പറയുന്നുണ്ട്, ആ ഒരു അതിനെ അത്രയും എന്താണ്, ആ ഒരു ഭാവത്തോടെ പാടണം. അതിനാണ് ഭാവം എന്ന് പറയുന്നത്. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, വെയിൽ പാതി പകുത്തുതരൂ മനസ്സിൽ പാതി പകുത്തുതരൂ മാൻകിടാവേ. അതിപ്പോൾ ഞാൻ പാടുമ്പം എൻ്റെ കഴിവനുസരിച്ച് അത്രയേ ആവുള്ളൂ. പക്ഷേ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് അങ്ങനെ ആയിരുന്നില്ല. അത് നമ്മളതിൽ ലയിച്ചു പോയി. മാൻകിടാവ് തന്നെയായിരിക്കണം. പ്രണയം തന്നെയാണ്. ഞാൻ നിന്നെ പ്രേമിക്കുന്നു പറയുമ്പോൾ പ്രേമമാണോ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു, അങ്ങനെ റഫായി പോകരുത്. അതിൻ്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് വേണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വിജയിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ആത്മവിശ്വാസം ആദ്യം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതിലൊരുപാട് പരിശ്രമം ആവശ്യമുണ്ട്. ആക്കി നിങ്ങൾക്ക് സ്വയം ബോധ്യമാവുന്ന ആ സമയത്ത് നിങ്ങൾ അത് ചെയ്തു നോക്കുക. തീർച്ചയായും സക്സസ് ആവും. ഇനി അഥവാ സക്സസ് ആയില്ല, കുറച്ച് പാളിച്ചകൾ പറ്റിയാലും അതോടെ വിട്ടുപോകരുത്. പിന്നെയും ശ്രമിച്ച് ആ തെറ്റ് പറ്റിയ സ്ഥലങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് വീണ്ടും ചെയ്യാം. അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, സുരേഷ് പുന്നൂർ.